ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ല കുറച്ച് ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടിയാൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ കളർഫുള്ളായിട്ടുള്ള നല്ല ഡിസൈനോട് കൂടിയ ഡോർമാറ്റൊക്കെ മേടിക്കും. നമ്മൾ വീട്ടിൽ വന്ന് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് തെന്നി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ തെന്നി പോകുന്നത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ്. ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെട്ടിയെടുക്കുക. എന്നിട്ട് ഡോർമാറ്റിൻ്റെ ഒരു കോണിലായിട്ട് ഫ്ലോറോട് ടച്ച് ചെയ്ത ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് മറ്റേ സൈഡ് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ മറ്റേ സൈഡിൽ നിന്നുള്ള ആ സ്റ്റിക്കർ ഇളക്കി മാറ്റുക. എന്നിട്ട് ആ ഫ്ലോറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഡോർമാറ്റ് അവിടെ നിന്ന് പിന്നെ അനങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ 4 സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഡോർമാറ്റിൻ്റെ 4 സൈഡും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും സഹായകരമായ ഒരു ടിപ്സാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ തൊലി ഇതുപോലെ പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നാരങ്ങയുടെ തൊലിയെല്ലാം പീൽ ചെയ്തെടുത്തു. ബാക്കി ആ നാരങ്ങ നമുക്ക് ജ്യൂസ് അടിക്കാനും വേറെ നമുക്ക് ആവശ്യങ്ങൾക്കും എടുക്കാവുന്നതാണ്. ആ പീൽ ചെയ്തെടുത്ത് നാരങ്ങയുടെ തൊലി ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡ് വേണേൽ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ടൈ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ കിഴി നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ വെളിയിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചെറിയ ജീവികളൊക്കെ അകത്തോട്ട് കയറി വരും. അപ്പോൾ ഈ ലെമണിൻ്റെ സ്മെല്ല് കാരണം ആ ജീവികൾക്ക് അധികം ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ പെരക്കകത്തോട്ട് വരുന്ന ഈ ജീവികളെയൊക്കെ നമുക്ക് അകറ്റി നിർത്താം. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്, നാച്ചുറൽ മാർഗ്ഗമാണ്. ആ ടിഷ്യൂ പേപ്പറിൽ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കണം പിന്നുകൊണ്ട്. എൻ്റെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിഴി കെട്ടുമ്പോൾ നമ്മൾ കുറേ എണ്ണമായിട്ട് കിഴി കെട്ടി ഇതുപോലെയുള്ള നമ്മുടെ വെളിയിലോട്ടുള്ള എൻട്രൻസിൻ്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമുക്കിനി അടുത്ത ടിപ്സിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. ആ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂ ഈ പഴത്തിലോട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു നിശ്ചിത അകലത്തിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഴത്തിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ എടുത്തിരിക്കുന്ന ക്ലോവ് എല്ലാം ഈ പഴത്തേൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കി ഒന്ന് ചൂടാറി കഴിഞ്ഞ് ഈ ക്ലോവും ബനാനയും എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലൊരു ബനാന ക്ലോവ് ടീ ആയി. ഇത് നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടിക്കാവുന്നതാണ്. നമുക്ക് നല്ല ഒരു ഉറക്കം തരുന്നതായിരിക്കും ഈ ബനാന ക്ലോവ് ടീ.
ബനാന ക്ലോവ് ടീ നല്ല ഉറക്കം തരുമെന്ന് വെച്ചിട്ട് നമ്മൾ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നതും ഒഴിവാക്കണം. എന്നിട്ടിത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചാണ് ഒഴിക്കുന്നത്. ഈ ബനാന ക്ലോവ് ടീ എങ്ങനെ ഉറക്കത്തെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബനാനയിൽ പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ടുള്ള മസിൽ റിലാക്സൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ബോഡിയെ കാമാക്കി നല്ലൊരു സ്ലീപ്പ് തരുന്നത്. എല്ലാ ടിപ്സും വളരെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.